നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷാജി ഈപ്പൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് CPIM നേതാവ്, മുൻ കേന്ദ്ര കമ്മിറ്റി മെമ്പർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ ആയിരുന്ന ശ്രീ വൈക്കം വിശ്വൻ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ വൈക്കം വിശ്വനെ വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരപൂർവ്വം വർത്തമാനത്തിൻ്റെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. വൈക്കം വിശ്വൻ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നൊരു കാര്യം, കേരളം കണ്ട രാഷ്ട്രീയ പ്രാസംഗികരിൽ ഏറ്റവും മുന്തിയ പ്രാസംഗികനാണ് വൈക്കം വിശ്വൻ. ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങളെ ഇളക്കി മറിച്ച പ്രസംഗം കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് വൈക്കം വിശ്വൻ. എങ്ങനെയാണ് ഈ പ്രസംഗം ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി വന്നതും അത് ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതും എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? പ്രസംഗം ചെറുപ്പത്തിലെ പൊതുപ്രവർത്തകർ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധത്തിൽ പിന്നെ ഞാൻ വിദ്യാർത്ഥി എന്ന രീതിയിൽ പ്രത്യേകിച്ചും പുരോഗമന ആശയഗതികൾ ഈ വന്നവർ പറഞ്ഞു തരും. അങ്ങനെ വർത്തമാനം പറയാനുള്ള ഒരു സ്ഥിതി ഉണ്ടാവും. പിന്നെ അനൗൺസ്മെൻറ്റിന് പോവും. ഞങ്ങൾ പ്രത്യേകിച്ച് ആറ്റിലാണ്, മൂവാറ്റുപുഴയാറിന്, അതിൽ കൂടി വള്ളത്തേൽ അനൗൺസ് ചെയ്യും. അങ്ങനെയാണ് ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്. അതൊരു ഒഴുക്കായി മാറിയില്ലേ? അതൊരു ഒഴുക്ക് പോലെയായി. അങ്ങനെ സംസാരിച്ചു. അതേസമയം വിഷയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഈ വന്നിരിക്കുന്നവർ സംസാരിക്കും. അവർ വീട്ടിൽ വരുന്നത് അവർ പലരും ഒളിവിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനം മാറിയ ഒരു സ്ഥിതിയാണ്. പക്ഷേ എന്നാലും പല കേസിലും ഒളിവിലുള്ളവരാണ്. അപ്പോൾ അവർ വന്ന് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ കിഴക്ക് വശമുള്ള വീട്ടിൽ അവരിരിക്കും. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ അവരുമായിട്ടുള്ളൊരു ബന്ധം, ആശയപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ അവരുടെ ത്യാഗവും അത് കാണുമ്പോൾ ഒരു ജീവിതത്തിൽ ഇപ്പോഴും അത് ഓർമ്മയിലുണ്ട്. കാരണം അവർ പലരും പട്ടിണിയായിരിക്കും വീട്ടിൽ വരുമ്പോൾ. പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെ അല്ല, സ്ഥിരമായി ഭക്ഷണമില്ല, പല ദിവസം കഴിക്കാത്തവരെ, പലപ്പോഴും പല ആക്സിഡൻറ്റുമൊക്കെ ആയിട്ട് വരുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാം നന്നായി വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ചിലരൊക്കെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ ഗൗരിദാസ് നായർ എന്ന് പറഞ്ഞ ആൾ വരുമ്പോൾ ഡിഗ്രിക്ക് റെക്കോർഡാണ്, പഠനത്തിന് എടുക്കാൻ റെക്കോർഡ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. നമ്മുടെ ബിനോയ് വിശ്വൻ്റെ അച്ഛൻ CK വിശ്വനാഥൻ. അപ്പോൾ അല്ല ശ്രീനിവാസൻ്റെ ഒരിക്കലും മറ്റേ ഞാൻ കണ്ടുള്ളൂ. രാമവർമ്മ തമ്പാൻ, അത് വടക്കംകൂർ കോവിലത്തല്ല. അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ പേര് അവരെല്ലാം ഇങ്ങനെ വരും. അവരോട് സംസാരിച്ചാണ് ഈ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ വരും. എൻ്റെ ചിറ്റമ്മ താമസിക്കുന്നിടത്താണ് ഇവർ നിൽക്കുന്നത്. ചിറ്റമ്മയുടെ 2 മക്കളുണ്ട്. അവർ രണ്ടുപേര്, ഇളയാൾ പിന്നീട് ഞങ്ങളുടെ സ്കൂളിലെ SFൻ്റെ സെക്രട്ടറി ആയിരുന്നു. മൂത്തയാൾ IT-ക്ക് പോയിരുന്നു. അവർ രണ്ടുപേരും പുരോഗമന ആശയത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റേജുകളിലൊക്കെ കയറി പ്രസംഗിക്കുമായിരുന്നു? സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയ ഞാൻ ഏതാണ്ട് 12ാം വയസ്സിൽ SFൽ ചേർന്നു. അപ്പോഴത്തേക്ക് സ്റ്റേജിൽ കയറുന്ന ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ ഡിബേറ്റിംഗ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് സംസാരിക്കുക, ഉപന്യാസം അവതരിപ്പിക്കുക. അത് ഇപ്പോൾ ഈ പറഞ്ഞവരിൽ ചിലരൊക്കെ എഴുതി തരും. അതൊക്കെ കൊണ്ട് എഴുതി വായിക്കാം. ഹെഡ്മാസ്റ്റർ തന്നെ ഒരിക്കൽ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഇത് നീ എഴുതിയതല്ല, സത്യ അദ്ദേഹം പറഞ്ഞു,
ഇത് എഴുതിയ ആരോ എഴുതുന്നതാണ് അല്ലേ? ആ അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ആത്മാഷ് വലിയ സ്ട്രിക്റ്റായിട്ടുള്ള ആളാണ്, പക്ഷേ ഇക്കാര്യത്തിൽ അയാളെടുത്ത സമീപനം എന്നോട് പറഞ്ഞു, ഇതെഴുതി വേറൊരാൾ തന്നല്ല, അത് നിനക്ക് തന്നെ എഴുതാമല്ലേ, അതിന് പുസ്തകം വായിക്കണം, വായിക്കാൻ കഴിയണം, അതിന് അടിസ്ഥാന ബോധം ഉണ്ടാകണം. അയാൾ അദ്ദേഹമാണ് അമ്പത്തേഴിലെ ഗവൺമെൻറ് വരുമ്പോൾ അങ്ങേർക്ക് വലിയ പ്രൊമോഷനൊക്കെ കൊടുക്കണമുണ്ട്, ഒരു ദാമോദരം പിള്ള പാറൂരുള്ള. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ പിന്നെ ഞാൻ SF ചേർന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് യൂണിറ്റിൻ്റെ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ SF താലൂക്ക് സെക്രട്ടറി. അപ്പോഴൊക്കെ സംസാരമൊക്കെ ആയി. ഈ പ്രസംഗം വളരെ മനോഹരമാക്കാൻ വായന നന്നായി സഹായിച്ചിട്ടുണ്ടല്ലേ? വായന നന്നായി വായിക്കുമായിരുന്നു ചെറുപ്പത്തിൽ? കഴിയാവുന്നത്ര വായിക്കും. പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പിന്നെ വളർന്നു വരുന്ന അന്തരീക്ഷം ഉണ്ടാവുമായിരിക്കും. കാരണം രാമായണമൊക്കെ രാവിലെ വായിക്കുമല്ലോ വീട്ടിൽ. അപ്പോൾ വായിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ കാണാപ്പാടറിയാം. നമ്മൾ വായിക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ അപ്പോൾ പറയും. ഈ കളിയാക്കിയ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, വായിക്കാൻ അറിയാൻ മേലാത്ത രാമായണം വായിക്കുമ്പോൾ. അപ്പോൾ തിരിച്ച് പദം തിരിച്ചൊക്കെ അതൊക്കെ ഒരു സഹായമായിരിക്കും. ഇപ്പോൾ സഖാവിനെക്കുറിച്ച്, സഖാവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും പലരുമായിട്ടും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് UFAയുടെ മുൻ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ PP ചന്ദ്രൻ എന്നോടൊരു സംഭവം പറഞ്ഞു. രാജാക്കാട് സഖാവ് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ ഒരു തിയേറ്ററുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പാണ് പ്രസംഗം ആരംഭിക്കുന്നത്. സിനിമ കാണാൻ വന്നവരെല്ലാം ഇവിടെ വന്നിരുന്നു. ഒരാൾ പോലും ഒരു ടിക്കറ്റ് പോലും എടുത്തന്ന് തിയേറ്റർ കയറിയില്ല ഫസ്റ്റ് ഷോയ്ക്ക്. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് സെക്കൻഡ് ഷോയ്ക്ക് ബെല്ലടിക്കുമ്പോഴും വൈക്കം വിഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവം അതൊന്ന് പറയാം, ആ അനുഭവം ഒന്ന് പറയാൻ പറ്റും? അതെനിക്ക് തോന്നുന്നു എമർജൻസി ആണോ സംശയമുണ്ട്. അടിയന്തര കാലത്ത് 75 അല്ലേ? അതിൽ ഞാൻ അവിടെ യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ അതിലൊരു അനുഭവം ഉണ്ടായി. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രത്യേകിച്ചൊരു തമിഴ് കൾച്ചറും കൂടി ഉണ്ടല്ലോ. അവർ ഈ നാരങ്ങയും ഇതൊക്കെ കൊണ്ട് തരും. അവർ കൊണ്ട് തരുന്ന ചിലപ്പോൾ മാല കൊണ്ട് തരും. അതൊരു പ്രത്യേകതയായിരിക്കും, പ്രസംഗം കൊണ്ടായിരിക്കും അവരിങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടെ അവിടുത്തെ പോലീസുകാരനും എനിക്ക് കൊണ്ടുവന്ന് നാരങ്ങ തന്നു. പോലീസുകാരൻ നമ്മുടെ കോട്ടയം ടൗണിലായിരുന്നു. അയാളെ കള്ളിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അയാളെ പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്തു. സർവീസിൽ നിന്നും പിന്നെ തിരിച്ചു കയറ്റാൻ ഞാൻ MLA ആയപ്പോഴേ കഴിഞ്ഞുള്ളൂ. അത് ശരി, 1980 കഴിക്കലുണ്ട്. അപ്പോൾ അതങ്ങനെ നീട്ടി അതൊരു സ്വഭാവമായി മാറി. പിന്നെ നാട്ടിൻപുറത്ത് ഇപ്പോൾ വൈക്കത്തൊക്കെ വലിയ യോഗങ്ങൾ നടക്കുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ ആളുകൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന കാലമില്ല, പായുമൊക്കെ ആയിട്ടാണ് വരുന്നത് പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഇരുന്ന് അങ്ങനെ അതിവിടെയും നടന്നിട്ടുണ്ട്. സഖാവ് MA മലയാളമല്ലേ? അതെ. ആ മലയാളം എടുത്തതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. കാരണം പദസമ്പത്ത്, അനർഗളമായിട്ടുള്ള ആ ഒഴുക്ക്, അതുപോലെ തന്നെ ചില സമയത്ത് കൊടുങ്കാറ്റ് പോലെ വരുന്നു, ചില സമയത്ത് ഈ ശലഭം പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പോലെ വളരെ സോഫ്റ്റായിരിക്കാം, ചില സമയത്ത് വേവ് സ്റ്റൈലിൽ കുറച്ച് ഒച്ച കൂട്ടി താഴെ ഇറക്കി ആളുകൾ ഇങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് പോലും പോകാത്ത രീതിയിൽ പ്രസംഗിക്കുന്നു. അത് ആ കാലത്തിലെ ഒരു പ്രത്യേകതയാണ്. ദീർഘമായി പ്രസംഗിക്കലൊക്കെ അതിൽ നിന്ന് കിട്ടിയതാണ്. അത് ഏറ്റവും നന്നായി പ്രസംഗിച്ച ഒരു സ്ഥലം എവിടെയെന്ന് പറയാം, ഓർമ്മയിലുണ്ടോ? നന്നായിട്ട് മനസ്സിന് തൃപ്തി തന്ന ഒരു പ്രസംഗം. അങ്ങനെ പറയാൻ എനിക്ക് ഒരുപാടുണ്ടാവും, പക്ഷേ എടുത്തു പറയാമെന്ന് പറയണം. രാജാക്കാട് ഒരു അനുഭവമാണ്. അതുപോലെ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ദീർഘമായി പ്രസംഗിച്ചതില്ലേ? ഒന്ന് കോട്ടയം ടൗണിൽ കഞ്ഞിക്കുടിയില്ല.
ഇന്ന് കാണുന്ന കഞ്ഞിക്കുഴി വലിയ വീട് കെട്ടിടമൊന്നുമില്ല, അന്ന് ഒരു മൈതാനമാണ്. അത് 65-ലെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ പ്രസംഗം തുടങ്ങും. പ്രസംഗം തുടങ്ങുന്നത് കോർണർ യോഗങ്ങളാണ്. ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ അവിടെ പോയി പ്രസംഗിച്ച് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ അവരൊരു സംഭാവന തരും. അതാണ് കാറിൻ്റെ മൈക്കിൻ്റെയും കാശുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും കോർണർ ഇങ്ങനെ യോഗം, വൈകുന്നേരം ആകുമ്പോൾ പൊതുയോഗം. അങ്ങനെ ഇരിക്കെ സമാപന യോഗം തെരഞ്ഞെടുപ്പിൻ്റെ അത് കഞ്ഞിക്കുഴി വെച്ചു. പാർട്ടി ജയിലിൽ കിടക്കുന്നവരുടെ എല്ലാം കുടുംബാംഗങ്ങൾ ഈ സ്റ്റേജിലുണ്ട്. സ്ഥാനാർത്ഥിയും ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അതിന് യോഗം നേരത്തെ ആരംഭിച്ചു. ജ്യോതിബാസു ആണ് എറണാകുളത്ത് നിന്ന് വരേണ്ടത്. അത് വരും, വേഗം തന്നെ എത്തും, പ്രസംഗം തുടങ്ങിക്കോളാൻ പറഞ്ഞു. പ്രസംഗം തുടങ്ങി. അപ്പോൾ ജ്യോതിബാസു എത്തുന്നുമില്ല, പ്രസംഗം അങ്ങ് നീണ്ട്. അപ്പോൾ പാലും വെള്ളം ഇതൊക്കെ കൊണ്ടുപോയി തരുന്നുണ്ട്. വേറൊരാൾ പ്രസംഗിക്കാൻ അവിടെ ഇല്ല. അപ്പോൾ ജ്യോതിബാസു വരുന്നവരെ ജനത്തെ പിടിച്ചിരുത്തണം. ആ പ്രസംഗം അങ്ങനെ നീണ്ടിരുന്നു. അത് 4 മണിക്കൂറിനേറെ പ്രസംഗിച്ചു. 4 മണിക്കൂർ. ജ്യോതിബാസു വന്നിട്ട് പറഞ്ഞു 15 മിനിറ്റ്സ് മോർ എന്ന് പറഞ്ഞു. അയക്കെന്താ വിഷം കൊണ്ടേ അതിന് നിങ്ങൾ പിന്നെ പ്രസംഗിക്കേണ്ടി ഇല്ല. ജ്യോതിബാസുവിനെ കൊണ്ടുവരുന്ന ഒരു സുബ്രഹ്മണ്യനുണ്ടായിരുന്നു. സുബ്രഹ്മണ്യം ഒരു സർവകലാ വല്ലഭനാണ് മഹാരാജി പഠിച്ചിരുന്നത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇനി സുബ്രഹ്മണ്യം പ്രസംഗിക്കുമെന്ന്. പിന്നെ ഒരു മടിയും കൂടാതെ കയറി നിന്ന് പ്രസംഗിച്ചു. ജ്യോതിബാസു പിന്നീട് പ്രസംഗിച്ചു. അപ്പോൾ ആ ഒരു ദീർഘമായ അതാണ് പ്രസംഗത്തിൽ. പിന്നെ തിരുവനന്തപുരത്ത് ഉത്തരഖണ്ഡത്തേക്കാണ് അത് പൊതുവെ. അത് കഴിഞ്ഞ് മിക്കവാറും സ്ഥലത്ത് ദീർഘമായി വരും. പ്രസംഗത്തിൽ പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അവിടെ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ യുവജന അന്നത്തെ വ്യത്യസ്ത യുവജനങ്ങൾ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്ന ഒരു ജാഥ നടത്തി. അതിൽ ദീർഘമായി പ്രസംഗിക്കേണ്ടി വരാറുണ്ട്. പ്രസംഗം ആളുകളും അങ്ങനെ കൂടുക, കേൾക്കാൻ വേണ്ടി കൂടുന്നു. ഒന്നും അറിയില്ലല്ലോ ആളുകൾക്ക് ഇതെന്തായിരുന്നു ഇത് നടന്നെന്നുള്ളത്. അടിയന്തരാവസ്ഥയിൽ സഖാവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രാസംഗികനാരാണ്? ഒരു തുറന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം നമ്മുടെ CPM കാരാണെന്നില്ല, രാഷ്ട്രീയ പ്രസംഗത്തിൽ നന്നായി പ്രസംഗിക്കുന്നു എന്ന് തോന്നിയ, അടുക്കും ചുറ്റയോടും കൂടി പ്രസംഗിക്കുന്നു എന്ന് തോന്നിയ, സമയബന്ധിതമായി പ്രസംഗിക്കുന്നു എന്ന് തോന്നിയ ഒരു രാഷ്ട്രീയ നേതാവ്. അതിപ്പോഴ് പ്രസംഗ കലയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് ചോദിച്ചാൽ അത് EMS തന്നെയാണ്. EMS തന്നെയാണ്. എന്തായിരുന്നു അതിൻ്റെ ഏത് വിഷയമാണേലും അത് സമർത്ഥമായി അങ്ങ് അവതരിപ്പിച്ച് അതിന് നമ്മൾ ദീർഘതയൊന്നും വേണ്ട, ദീർഘമായിട്ട് സംസാരിക്കും. പക്ഷെ അതുപോലെ തന്നെ ജനം പ്രതികരിക്കുകയും ചെയ്യും. ഈ അദ്ദേഹത്തിന് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷെ ജനം അങ്ങനെയാണ്. ഇപ്പോൾ 65-ലെ ഒരു തിരഞ്ഞെടുപ്പിന് EMS വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണുന്ന തിരുനക്കര മൈതാനമുണ്ടല്ലോ, ആ മൈതാനവും ഇപ്പറേ മാറി അമ്പലത്തിൻ്റെ അവിടെ ഈ കാണുന്നൊന്നും ഒന്നില്ല, ഈ മതിലൊന്നുമില്ല. ഇപ്പോൾ ഒരു വലിയ ഗോപുരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതൊന്നുമില്ല, വെറും മൈതാനമായിട്ട് കിടക്കുക. അപ്പോൾ അവിടവും റോഡും എല്ലാം അങ്ങോട്ട് ആൾ നിറഞ്ഞു. EMS വരുന്നുണ്ട്. പ്രസംഗം കഴിഞ്ഞു, പിന്നെ ഒരാൾക്ക് പ്രസംഗിക്കാൻ ഒരാളില്ല, ആൾ സ്വാഭാവികമായിട്ട് പിരിഞ്ഞു. EMSൻ്റെ പ്രസംഗം എന്ന് പറയുന്ന EMS എന്ന് പറയുന്ന സൈദ്ധാന്തികൻ്റെ ആ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളുകളുടെ ഒരു ആഗ്രഹമുണ്ട്. അവിടെ ഒരു പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒരു അനുഭവം പറയണം. K. രാജൻ ഞങ്ങൾ സ്ഥാനാർത്ഥിയാണ് പീരുമേടിലെ. പീരുമേടൊക്കെ എവിടെയാണല്ലോ ഇപ്പോൾ, കോട്ടയത്താണ് സമയത്ത്. അതുപോലെ തന്നെ ഒരു സ്ഥിതിയാണ്. പിന്നെ ഡോക്ടർ സുകുമാരൻ എന്ന് പറഞ്ഞ് നല്ല പ്രസംഗനുണ്ടായിരുന്നു.
അയാൾ നമ്മുടെ പാർട്ടി അതാണ് രാഷ്ട്രീയേതര പ്രസംഗത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗമാണ് രാഷ്ട്രീയ അതുപോലെ കുമാരകൻ ശങ്കുണ്ണി വേണം ഉഗ്രം പ്രസംഗമാണ് പ്രസംഗ കലയാണ് ഏത് കാര്യം അവതരിപ്പിക്കുക കാര്യം പുള്ളി സി പി ആയിട്ട് അത് വേറെ കാര്യം പക്ഷെ അത് ഏത് കാര്യം നന്നായി അവതരിപ്പിക്കുമായിരുന്നു ഉഗ്ര ഞങ്ങളൊക്കെ കൊച്ചിലെ ഇമിറ്റേറ്റ് ചെയ്യാവുന്ന ഈ തൊടുപുഴ അക്കാലത്തുണ്ടായിരുന്നു ജോസഫ് ബ്രഹത്തിനെ ഓർക്കുന്നുണ്ടാവുമല്ലോ ആരും നന്നായി പ്രസംഗിക്കും നന്നായി പ്രസംഗമായിരുന്നില്ലേ നല്ല പ്രസംഗമായിരുന്നു രാഷ്ട്രീയതല പ്രസംഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗം ചൂമറ അഴിക്കോട് എം എൻ വിജയൻ അങ്ങനെ ഒരുപാട് മന്മഥൻ എം പി മന്മഥനൊക്കെ മന്മഥൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ അറിയാതിരുന്നു പോകില്ലേ അതുപോലെ തന്നെ അഴിക്കോട് മാഷായാലും എം എൻ വിജയനാണെങ്കിലും എം എൻ വിജയൻ്റെ വേറൊരു ഇതിലുള്ള പ്രഭാഷണം വേറൊരു ഇതല്ലാണ് അതെ പ്രസംഗ കലയിലൊക്കെ അഴീക്കോടൊക്കെ തന്നെയാണ് അഴീക്കോട് തന്നെ വൈക്കം ചന്ദ്രശേഖരൻ നായരോ നല്ല പ്രസംഗമാണ് സൂപ്പർ പ്രസംഗമാണ് ഞങ്ങളെയൊക്കെ കൊച്ചായിരിക്കുമ്പോഴേ കേൾക്കുന്ന പ്രസംഗമാണ് പാട്ടുപാടി ആളെ കൂട്ടും ഈ മുണ്ടശ്ശേരി മാഷിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു അത് ഒരു ആധികാരിക സ്വഭാവം എപ്പോഴും അത് ശക്തിയായിട്ട് തന്നെ നടത്തും കെ എം ജോർജ് നല്ല പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് കേരള കോൺഗ്രസിൻ്റെ നല്ല പ്രസംഗം അതൊരു മാന്യൻ്റെ പ്രസംഗം ആയിരുന്നു അല്ലേ എങ്ങനെയാണ് രാഷ്ട്രീയ അത് പി ടി ചാക്കോ ഉഗ്രം പ്രസംഗമായിരുന്നു അല്ലേ പി ടി ചാക്കോയുടെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി എറണാകുളം മഹാരാജ് കോളേജിൽ അങ്ങനെ പ്രസംഗിക്കാൻ വരിക അന്ന് അശ്ലീല നിരോധനമൊക്കെ ഉള്ള സമയം അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കുന്ന രീതി അവിടെ ഒരു ക്വാർട്ടറാങ്കിളിലൊരു പ്രതിമയുണ്ട് നേക്കഡായിട്ട് അപ്പോൾ ഞങ്ങളതിനൊരു കോണാനൊക്കെ ഉടുപ്പിച്ച് അശ്ലീലം നിരോധിച്ചിരിക്കണമെന്ന് എഴുതി വെച്ചു ഇത് കണ്ടിട്ട് ഈ പുള്ളി നേരെ സ്റ്റേജിലോട്ടല്ല അവിടെ വന്ന് അതൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് അയാളൊരു പ്രസംഗം ജീവിതത്തിൽ എനിക്ക് ഇന്നും ഇത്ര അയാളിങ്ങനെ രാഷ്ട്രീയമല്ല അത് രാഷ്ട്രീയമല്ല അയാൾ സാഹിത്യത്തെക്കുറിച്ചും ശീലം അശ്ലീലം അതിൻ്റെ ധ്വനി ഇതെല്ലാം കൂടി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ മഹാരാജസിൽ അങ്ങനെ ഒരു ആസ്വാദക ആര് വന്നാലും അങ്ങനെ ഉണ്ട് ആ രീതിയിൽ അയാൾ അവതരിപ്പിച്ചു ഈ വയലാർ രവി പഠിക്കുമ്പോൾ അന്നുണ്ടോ വയലാർ രവിയെ ഞങ്ങൾ കോളേജ് മേറ്റല്ലേ വയലാർ രവിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു വയലാർ രവിയുടെ വേറെ വലിയ പ്രസംഗമൊന്നുമില്ല അത് ആൻ്റണി ഒന്നും പ്രസംഗിക്കത്തില്ല ആൻ്റണി രവി അതുപോലെ വാസുദേവ പണിക്കർ ഹരിദാസ് രാധാകൃഷ്ണൻ ഇവരെല്ലാവരും ഞങ്ങൾ ഒരേ വർഷം ഡിഗ്രിക്ക് ഈ ഒരു DGP കൃഷ്ണൻ നായരുണ്ട് കൊല്ലംകാരൻ രാഷ്ട്രീയ പ്രസംഗത്തിൽ മികവുള്ള പ്രസംഗം അദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടിയുണ്ട് ആ യൂണിവേഴ്സിറ്റി കോളേജിൽ സ്പീക്കറായിരുന്നു ആര് കൃഷ്ണൻ നായർ അത് ശരി കേട്ടിട്ടുണ്ടോ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല നല്ല നല്ല അയാൾ DGP ആയതിനു ശേഷമല്ലേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ ഈ പറഞ്ഞ SF-ൻ്റെ നേതാവായിരുന്നു അത് ശരി SF-ൻ്റെ നേതാവായിരുന്നു കൃഷ്ണൻ നായർ അത് ശരി അത് കഴിഞ്ഞാൽ IPS വന്നത് അല്ലേ അത് കഴിഞ്ഞാൽ IPS ഒക്കെ എടുത്ത് വന്നു അതെ അവിടെ സ്പീക്കറായിരുന്നു അത് ശരി അയാളുടെ പ്രസംഗത്തെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പ്രസംഗകല പഠനം ഒരു പഠനം അതുപോലെ ഒരു റിസർവ് ബാങ്ക് ഗവർണറായി വേറൊരാളുണ്ട് അയാൾ അവിടെ SF ആയിരുന്നു CH മുഹമ്മദ് കോയയുടെ പ്രസംഗം എന്തായിരുന്നു നല്ല ഒന്നാം തരം പ്രസംഗം 18 കേന്ദ്രങ്ങളിൽ ഒരു വിഷയം 18 രീതിയിൽ അവതരിപ്പിക്കുമായിരുന്നു പറയുന്നു അതായത് പക്ഷേ നല്ല പ്രസംഗമാണ് അയാൾ പിടിച്ചിരുത്തുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ കൊണ്ട് പ്രസംഗത്തെപ്പറ്റി എങ്ങനെ നല്ല പ്രാസംഗികനാകാം എന്നൊരു പുസ്തകം മുഹമ്മദ് കോയയുടെ ഉണ്ട് അതുപോലെ തന്നെ സമദാനിയുടെ പ്രസംഗമുണ്ട് സമദാനി ഇപ്പോഴത്തെ MP അത് എനിക്ക് കൂടുതൽ പരിചയമില്ല അയാൾ നല്ല പ്രസംഗകനാണെന്ന് കേട്ടറിയാം നല്ല പ്രസംഗം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത് സഖാവ് അതിന് ഉണ്ടായ സാഹചര്യം എന്താണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അധ്യാപകൻ ചേട്ടനുണ്ട് പ്രൈമറി സ്കൂളിൽ അപ്പോൾ അദ്ദേഹം വൈക്കത്താണ് പഠിക്കേണ്ടി വന്നത് വൈക്കം ടൗണിലെ ആ സമയത്ത് തന്നെ അന്നത്തെ പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ആയിട്ട് പുള്ളിക്ക് ബന്ധമുണ്ടായി തിരിച്ച് നാട്ടിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൽ പുള്ളി ആദ്യത്തെ സെല്ലിൽ പുള്ളിയുണ്ട് ചെന്നു അപ്പോൾ അതോടുകൂടി അതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വരാൻ തുടങ്ങി അമ്മയ്ക്കൊന്നും അറിയില്ല എന്താ കാര്യമെന്നൊന്നും ഇവർ എന്തിനാ വരുന്നതറിയില്ല പട്ടിണി കിടക്കുന്നൊന്നും മാത്രമേ അറിയാവൂ അപ്പം നമുക്ക് വലിയ സമ്പത്തില്ലെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ് അവർ പട്ടിണിയാണേലും അവർ കൊടുക്കും അമ്മയുടെ അനിയത്തിമാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർ വന്നു അപ്പോൾ ചേട്ടനത് വന്നു
പിന്നെ അമ്മയുടെ അനിയത്തിയുടെ 2 അനിയത്തിയുടെ മക്കളുണ്ട്, അവരും ഇതിനോട് ബന്ധപ്പെട്ടു വന്നു. അപ്പോൾ വീട്ടിലതിൻ്റെ ഒരു അന്തരീക്ഷമായി. ഈ മുമ്പ് പറഞ്ഞ പോലെ ഇവർ വന്നുകൊണ്ട് അവിടെ ഷെൽട്ടറും വന്നു. ഒരു പോലീസുകാരൻ എൻ്റെ ഏട്ടനുണ്ട്, ആ പുള്ളിയെ കാണാതായത് ഇവർ സംഘടിപ്പിക്കണം. അദ്ദേഹത്തെ ഒരിക്കൽ കൊല്ലാൻ തന്നെ പാർട്ടി തീരുമാനിച്ചു. അത് ശരി. കാരണം അത്ര ശല്യമായിരുന്നു. അപ്പോൾ PS ശ്രീനിവാസനാണെന്ന് വൈക്കം തൊടുപുഴ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി. അയാൾ വിവരം അറിഞ്ഞ് വന്നിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. അതൊരു ഷെൽട്ടർ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ആ രീതിയിലാണ് പുള്ളി ജയിച്ചത്. പുള്ളി പോലീസിൽ നിന്ന് പോയ കഴിഞ്ഞപ്പോൾ പാർട്ടി വന്നു. അത് ആ രീതിയിലാണ് അവിടെ. പിന്നെ ആ നാട്ടിൽ ഉള്ള ചെറുപ്പക്കാർക്ക് അതോടുകൂടി വന്നു. മിക്കവാറും ഒരു വീട്ടുകാരിൽ 1-2 പേരൊഴിച്ച് ബാക്കി മുഴുവൻ പാർട്ടി അനുഭാവികളായി. അതിനുശേഷം KSFൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയായി ഇല്ലേ? KSFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഇല്ലേ? ഇല്ല, KSFൻ്റെ അത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ SF-ൻ്റെ താലൂക്ക് സെക്രട്ടറിയായി. ആ താലൂക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിന്നെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ അന്ന് തന്നെ ഇതിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലോട്ട് എടുത്തു, കോഴിക്കോട് വെച്ചുള്ള 58-ൽ. അത് കഴിഞ്ഞ് ഞാൻ ഈ 60-ൽ എറണാകുളം മഹാരാഷ്ട്ര വരുമ്പോൾ അവിടെ വിമോചന സമരം കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സംഘടനയും ജില്ലയുടെയും എല്ലാത്തിൻ്റെയും ചുമതല വരുന്ന ഒരു സ്ഥിതി വന്നു. എറണാകുളം മുഴുവൻ ഓടി നടക്കാൻ. അതേ ഞാൻ തൃപ്പൂണിത്തുറയുടെ കാര്യം ചോദിച്ചത്. അവിടെയൊക്കെ നല്ല പരിചയമുണ്ട്. നല്ല പരിചയമുണ്ട്. അന്നിപ്പോൾ ഈ ഞങ്ങൾക്ക് പെൺകുട്ടികളെ സ്ഥാനാർത്ഥികളായി കിട്ടാത്തതുകൊണ്ട് തൃപ്പൂണിത്തുറ എന്ന വരുന്ന കുട്ടികളെയാണ് അത് അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട്. അപ്പോൾ അതെല്ലാം ആ രീതിയിൽ പ്രവർത്തിച്ചു. പിന്നെ ഞങ്ങൾ ഇന്ത്യ ചൈന ഡിസ്പ്യൂട്ട് വന്നു. മറ്റൊന്ന് വരുമ്പോൾ ചൈനയുടെ ഇതിനെതിരായിട്ടുള്ള നീക്കത്തിൽ നിന്നിരുന്നു. പക്ഷേ അതൊരു ഭ്രാന്തമായ രീതിയിലുള്ള നീക്കത്തിന് ഞങ്ങൾ ആ യൂണിറ്റ് എതിർത്തുകൊണ്ടിരുന്നു. അതിൻ്റെ കാരണം തന്നെ ഈ ആക്രമണത്തിനെതിരായിട്ടൊരു വലിയ പ്രകടനം അവിടെ കൃഷ്ണയ്യരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുക. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ കോൺഗ്രസ് KSUക്കാരൻ മുദ്രാവാക്യം വിളിച്ചു, മഞ്ഞും മലയും മാനസ സരസും എന്ന് നമ്മുടെ നാടാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വിളിക്കുകയില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അറസ്റ്റെങ്കിൽ അറസ്റ്റ് നടക്കട്ടെ എന്നുള്ള നിലയിലാണ്. അപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാവരും DK രാമകൃഷ്ണൻ അങ്ങനെ എല്ലാവരും ഉണ്ട്. കൃഷ്ണയ്യരുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. അപ്പോൾ കൃഷ്ണയ്യർ പറഞ്ഞു, അവർ പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞു. അത് ശരി. കാരണം നമ്മൾ വേറെ ഒരു സ്ഥലം ആക്രമിച്ച് കീഴടക്കാനല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ മഞ്ഞുമലയും മാനസ സരസും എന്ന് പറയുന്നത് ടിബറ്റിലാണ്. അത് സ്വന്തം ഇന്ത്യ ആണെന്നാണ് പറഞ്ഞത്. അർത്ഥം ഞങ്ങൾ വിളിക്കുകയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ആശയസമരത്തിൻ്റെ ഒരു രീതി വന്നിരുന്നു. പാർട്ടിക്കകത്തും വന്നിരുന്നു. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയുണ്ട്. ആദ്യം ആദ്യ വർഷം പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന VS ചന്ദ്രശേഖര പിള്ളയാണ്. പിന്നീട് പത്തനംതിട്ട സെക്രട്ടറി ആയിരുന്ന അന്നതിനകത്ത് ഞങ്ങളുടെ S രാമേന്ദ്രൻ പിള്ള, VA രാഘവൻ കുന്നംകുളം മുനിസിപ്പൽ ചെയർമാനായി പിന്നീട് വന്ന MV രാഘവൻ്റെയൊക്കെ കൂടെ പാള, രാമേന്ദ്രൻ, ബാലേന്ദ്രൻ, ധനഞ്ജയൻ, അങ്ങനെ തുടങ്ങി ആളുകളെല്ലാം, അയാങ്കുരി ശങ്കരൻ, ഇവരെല്ലാം കൂടി പല കോളേജിലുള്ള കുട്ടികളാണ്. ഈ പിണറായി വിജയൻ SF-ൻ്റെ സെക്രട്ടറി ആയിരുന്നില്ല, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സഖാവ് അന്നതിൻ്റെ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ? അത് പിണറായി വിജയൻ ആദ്യം സെക്രട്ടറി ആയിട്ട് പോയതിനു ശേഷം ഞാനൊക്കെ കൂടിയാണ് ആദ്യം സംഘടന KSF രൂപീകരിക്കുന്നത്. ആ KSF-ൻ്റെ ആദ്യത്തെ സംഘടനാ പ്രസിഡൻ്റായിട്ട് വന്നത് ഫിലിപ്പം പ്രസാദും കോലിക്കോട് കൃഷ്ണൻ നായർ സെക്രട്ടറി. അത് കഴിഞ്ഞ് അവിടെ എറണാകുളം
ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് ഞങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള യോഗം ചേർന്ന് ഒരു സംസ്ഥാന നേതൃത്വം വന്നു. അപ്പോൾ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നായർ പ്രസിഡൻറ്റും കോലിക്കോട് കൃഷ്ണൻ നായർ സെക്രട്ടറി ആയിട്ട് വന്നു. അതിൻ്റെ ആ സംഘടനാ പ്രവർത്തനം അതെല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ MA-ക്ക് ചേർന്നു. MA-ക്ക് ആദ്യം ചങ്ങനാശ്ശേരി ചേർന്ന് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പോൾ അതിലും സംഘടനാ പ്രവർത്തനം ശക്തിയായി നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫിലിപ്പ് നക്സലൈറ്റിലോട്ട് മാറുന്നു. വേണുഗോപാൽ എന്ന് പറഞ്ഞ് വേറെ പാലക്കാട് നിന്നുള്ള ആളാണ് സെക്രട്ടറി, അയാളും മാറുന്നു. നക്സലൈറ്റ് വിദ്യാർത്ഥികളിൽ നല്ല രീതിയിൽ അങ്ങ് വന്നു. സ്വാധീനം ഉണ്ടാക്കി. ചെറിയ സ്വാധീനമൊന്നുമല്ല. കാരണം ഈ പുതിയ ആശയഗതിയൊക്കെ സാർവദേശീയ രംഗത്ത് വന്നല്ലോ. അത് വരുന്ന അതിന് മുമ്പ് വിദ്യാർത്ഥി രംഗത്ത് തന്നെ തൊഴിലാളി വർഗമല്ല നേതൃത്വം കൊടുക്കേണ്ടത്, വിദ്യാർത്ഥി ആണെന്ന് പറഞ്ഞുള്ള വാദം ഫ്രാൻസിലെ അത് വാദിച്ചവൻ മന്ത്രിയൊക്കെ ആയി. അപ്പോൾ ആ ഒരു ആശയഗതിയും കൂടി വന്നപ്പോൾ ഇവിടെ ചാരുവിന്താരം മറ്റു കാര്യങ്ങളും ഇവിടെ ചൈനീസ് മാതൃകയിൽ ഒരേ മാറ്റം വരാനൊക്കെ ഉള്ളൂ. ഭരണകൂടത്തിന് ഉള്ള എതിർപ്പ് ഏത് രീതിയിലാകണമെന്നുള്ള കാഴ്ചപ്പാടും തർക്കങ്ങളും രൂക്ഷമായി. അപ്പോൾ പുതിയ കുട്ടികൾ ഞങ്ങൾ KSF രൂപീകരിക്കുമ്പോൾ തന്നെ ചർച്ചയും നല്ല രീതിയിലുള്ള സ്ഥിതിയാണ്. ഒരു കമ്മിറ്റിയിലും വെറുതെ പോകാനൊക്കില്ല. കാരണം അത്ര പഠിച്ചിട്ടാണ് ഓരോ കുട്ടിയും വരുന്നത്. നല്ല പഠനം ഉണ്ടായിരുന്നില്ലേ? വിഷയങ്ങളെക്കുറിച്ച് നല്ല പഠനം ഉണ്ടായിരുന്നു. ഓരോ കുട്ടിയും വരുന്നത് ഇൻ്റർനാഷണൽ വിഷയം അല്ല ദേശീയ കാര്യങ്ങളുമൊക്കെ നന്നായി പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. നമുക്ക് വെറുതെ അങ്ങോട്ടൊന്ന് തട്ടുകൊടുപ്പും പ്രസംഗവും നടത്തിയിട്ട് പോരാൻ നോക്കുകയാണ്. അങ്ങനെയുള്ളിടത്ത് പുതിയ ആശയഗതി കൂടി വന്നപ്പോൾ അതിന് കൂടുതൽ മുന്നോട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ആ ചെറുപ്പത്തിൽ, കാരണം വിപ്ലവം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീക്ഷണം വസ്തുനിഷ്ഠ സാഹചര്യം ഒരിക്കലും മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അതിനോട് കൂടുതൽ ആകർഷിക്കാൻ ഇടവന്നു. ഞങ്ങളുടെ സ്കൂളിൽ റെക്കോർഡ് മാർക്കിൽ പാസ്സാക്കിയ രാമേന്ദ്രനാണ് ഈ ബോൾഷെവിക് പാർട്ടിയുടെ ഈ അടുത്ത കാലം വരെയുള്ള സെക്രട്ടറി. ഞങ്ങളുടെ സ്കൂളിലെ റെക്കോർഡ് മാർക്കാണ് രാമേന്ദ്രൻ. ശരി, റെക്കോർഡ് മാർക്കല്ലേ? റെക്കോർഡ് മാർക്കാണ് സ്കൂളിലെ. അതിപ്പോഴും അങ്ങനെയാണ്. ഈ രാമേന്ദ്രൻ വർഷങ്ങളായിട്ട് പുള്ളി അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി. അതെ, അയാൾ ഞങ്ങളുടെ SF-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. പഠിക്കാനും ബഹുമെടുക്കാൻ. അയാൾ എൻജിനീയറിങ്ങിന് പോയി 1000 മാർക്കിൽ പാസ്സായി. ബോർഡർ ജോലി കിട്ടി. അത് രാജിവെച്ചിട്ടാണ് ഈ അയാളുടെ ചേട്ടൻ ML ആണത്. അയാളുടെ ചേട്ടൻ ഞങ്ങളുടെ KSRTCയിലെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? കൃഷ്ണൻ നായർ. അയാളുടെ സഹോദരിയാണ് ചേലാട്ട് സുരേന്ദ്രൻ കെട്ടിയിരുന്നത്. അപ്പം അയാൾ ഞങ്ങളുടെ സ്കൂളിൽ ആദ്യത്തെ SF-ന് രൂപം കൊടുക്കുന്ന ഓമാധവൻ വന്നിട്ട് ഞങ്ങളെ വിളിക്കുക. നാടൻ. അത് ശരി. അയാൾ SF-ൻ്റെ നേതാവായിരുന്നു. അതൊക്കെ ഇലക്ഷൻ കാലത്ത് ഒക്കെ ഉള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്. ഓ മാധവനുടെ തലമുടി പിഴുതു പറിച്ചൊരു കോൺഗ്രസ്, അച്ഛനുടെ താടി പിഴിച്ചു പറിച്ചൊരു കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുള്ള ഇതുണ്ടായിരുന്നു. പെരുവയിലൊരു അച്ഛൻ്റെ താടി പിഴു അതാണ്. അപ്പോൾ അതൊക്കെ ഓമാധവൻ ഒക്കെ വന്നിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ആ കാലത്ത് അതനുസരിച്ചുള്ള ഒരു ഇതാണ്. വിദ്യാർത്ഥി രംഗത്ത് ഞാൻ പിന്നെ ആ ചുമതല പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഈ MA കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദേഴ്സ് വലിയ ഇതൊന്നുമില്ലല്ലോ, അവർക്കൊരു സ്വപ്നം പോലെ എന്നെ പഠിപ്പിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ. ആ സമയത്താണ് ഈ നക്സൽ ഇങ്ങനെ വന്ന് ആ പാർട്ടിയിൽ നിന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഞാൻ വിദ്യാഭ്യാസം തീർന്നെങ്കിലും ഈ ചുമതലയാക്കണമെന്ന്. അങ്ങനെ ഞാൻ പ്രസിഡൻറ്റും പിണറായി പിന്നെയും സെക്രട്ടറി ആവുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വന്ന് ഞങ്ങൾ KSF-ൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടിരുന്നു. എത്ര വർഷം ഇരുന്നു? ഒരു വർഷം ഇരുന്നുള്ളൂ. ഞാൻ 67 വന്ന് 69 മാറി. പിന്നെ 70 പിന്നെ SFI ആയല്ലോ. പിന്നെ ഇനി ഞാൻ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട്, സമയം കുറവായതുകൊണ്ട്, ഈ ഒന്നാം പിണറായി മന്ത്രിസഭ
രണ്ടാം പിണറായി മന്ത്രിസഭ ഇത് തമ്മിൽ കാതലായ ഒരു വ്യത്യാസമുണ്ടെന്നുള്ളൊരു സംസാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നതായിരുന്നു ഒന്നാം പിണറായി മന്ത്രിസഭ. എന്നാൽ അത്ര പ്രാഗൽഭ്യമുള്ളവരല്ല, മോശമാണെന്നല്ല പറയുന്നത്, അത്ര ആദ്യത്തെ ആ ഒന്നാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പോലുള്ള ആളുകളുടെ ഒരു അഭാവം മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് മുഴുവൻ ശരിയല്ല. അത് നിങ്ങൾ മാധ്യമങ്ങളുടെ ഒരു ശക്തിയായ പ്രചരണമാണ്. അതാദ്യം തന്നെ ഒന്നാം പിണറായി ഗവൺമെൻറ് ഗുണമുണ്ടായിരുന്നു എന്ന് എപ്പോഴാണ് പറഞ്ഞത്? രണ്ടാം പിണറായി വന്നതിന് ശേഷമാണ് പറയുന്നത്. അത് ഒന്നാം മാത്രമല്ല, അത് തകർച്ചയുടെ വക്കിലാണെന്നും അതുകൊണ്ട് UDF അധികാരത്തിൽ വരുന്നുവെന്നും UDF വന്നാൽ ഇന്ന ആളുകൾ മുഖ്യമന്ത്രി ആയിരിക്കണമെന്നും ഇന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്നും തീരുമാനിച്ചിരുന്നല്ലോ. അവിടെ നിന്നാണല്ലോ രണ്ടാം പിണറായി ഗവൺമെൻറ് വരുന്നത്. ഒന്നാം ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ 2016 വരെയുള്ള ആ 11-16 കാലത്തെ എല്ലാ ദുരിതങ്ങളും ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയത്. അതിൻ്റെ ഇടയിൽ ഇതും വന്നു, അത് കോവിഡും വന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രവർത്തനമാണ് ആ കാലഘട്ടത്തിൽ നടത്തിയത്. അപ്പോൾ അതിന് മുമ്പുള്ളതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസത്തിൽ വളരെ മുമ്പോട്ട് വന്നു. ഇവിടെ നിന്നാണ് ഈ ഗവൺമെൻറ് തുടങ്ങുന്നത്. അതുകൊണ്ട് അതുപോലുള്ളൊരു മാറ്റം അല്ല ഇവിടെ വരുന്നത്. ഇവിടെ ഉള്ളിടത്തു നിന്നുള്ളൊരു വികസനമാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത്. അത് ചെറിയ കളിയുമില്ല. ഓരോ കാര്യത്തിൽ വരുമ്പോഴും ഇപ്പോൾ ഉള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങൾ ഇവിടെ ഒരു ഇഞ്ച് പോലും പോകാൻ പറ്റുന്ന രീതിയിലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാൻ പറ്റും? ഞാൻ ചോദിച്ചു, നമുക്ക് കിട്ടേണ്ട വിഹിതം, അർഹതപ്പെട്ട വിഹിതം, അതിപ്പോൾ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലായാലും വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും അവരുടെ ഭാഗത്ത് ഒരു സഹായവുമില്ല. അത് നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? അതിപ്പോൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യലാണ്ടോ ആ മാർഗമില്ല. അതേസമയം നമുക്ക് ഉള്ളത് എന്തൊക്കെയോ അത് വെച്ച് ഭംഗിയാക്കി നടത്താൻ കഴിയുക, അതേ കഴിയുള്ളൂ. അത് വേറെ മാർഗം അക്കാര്യത്തിൽ ഉണ്ടാകുകയില്ല. പിന്നെ എന്നോട് ചോദിച്ചത് മന്ത്രിമാർ തമ്മിൽ വലിയ വ്യത്യാസം, വ്യക്തികളെന്ന രീതിയിൽ അവരുടെ കഴിവിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വരുമായിരിക്കും, അതുകൊണ്ട് അപ്പോൾ കുറച്ച് വരും. പക്ഷേ പൊതുവേ മോശമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ വകുപ്പും എടുത്തു കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു വകുപ്പിൽ കഴിഞ്ഞ വകുപ്പിനേക്കാൾ മോശമായിരുന്നു എന്ന് പറയുന്നൊരു സ്ഥിതിയില്ല. ഇപ്പോൾ വിദ്യാഭ്യാസം എടുക്കാം. ആ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം എടുത്താൽ ഇപ്പോൾ രവീന്ദ്രനാഥിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതിന് മുമ്പുള്ളതിൽ നിന്നാണ് വ്യത്യാസം വന്നത്. രവീന്ദ്രനാഥ് വന്ന് നേതൃത്വം കൊടുത്തതിൽ നിന്നാണ് ശിവൻകുട്ടി തുടങ്ങുന്നത്. ശിവൻകുട്ടി വന്നിട്ടോ ആദ്യ ആളുകൾ പറഞ്ഞു ശിവൻകുട്ടി വലിയ പ്രസംഗനൊന്നുമല്ല. ശിവൻകുട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പ്രസിഡന്റ് പ്രാസംഗികനല്ല, അതേ ഉള്ളൂ. പക്ഷേ ആ ശിവൻകുട്ടി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അയാൾ മേയറായിരുന്നു. അതെ, വെറുതെ ഉള്ള മേയറല്ല, അയാളെ കൊല്ലാനെന്ന് ശ്രമിച്ചതാണ്. അതെ 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 അതെ. ആ കാശിദാസപുരത്ത് നിന്ന് ഇവിടെ പ്ലാഞ്ചൂട് വരെ ഉള്ള റോഡ് ഇപ്പോൾ വീതി കൂട്ടി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അത് വീട് കുറഞ്ഞ അന്നത്തെ കച്ചവടക്കാരെ അയാളെ കൊല്ലാൻ നോക്കിയതാണ്. അത് അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം തന്നെ അയാൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് വന്നിരിക്കുകയാണ്, എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? സാധ്യത ഇന്നത്തെ സ്ഥിതിയിൽ മുമ്പോട്ട് പോയാൽ LDFന് തിരിച്ചു വരാൻ കഴിയുന്ന സ്ഥിതിയാണ് ഉള്ളത്. തിരിച്ചു വരാൻ കഴിയും. ഇപ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് LDF വിട്ട് UDFിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്നറിയില്ല. അങ്ങനെ അവർ പോയാൽ ഇപ്പോൾ അവർക്കുള്ളത് ഒരു 3% വോട്ടാണ്. ആ 3% വോട്ട് UDFിലേക്ക് ചെല്ലുമ്പോൾ അത് അവർക്ക് 6% അധികമായി കിട്ടും. ഇപ്പോൾ LDF UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഈ പറയപ്പെടുന്ന 6%, 7% വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവർ പോയാൽ അത് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ LDFിൻ്റെ ഇപ്പോൾ 5 MLAമാരാണെന്ന് തോന്നുന്നു കോട്ടയത്തുള്ളത് LDFന്. അതിൽ വലിയ കുറവും ഉണ്ടാവാൻ സാധ്യതയില്ലേ? അല്ല, അതിൽ അങ്ങനെ ഒരു
ഹൈപ്പോത്തറ്റിക്കായിട്ട് അതിനെക്കുറിച്ച് ഹൈപ്പോത്തറ്റിക്കൽ നമുക്ക് ഇത് ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്, സാങ്കല്പികമാണ്. പക്ഷേ എങ്കിൽ പോലും അതിനുള്ള ഞാൻ പറയണത് അവരെങ്ങനെ വിട്ടുപോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിട്ടില്ല, നിലവിലില്ല. അതുകൊണ്ട് തന്നെ അത് വിട്ടുപോയാലും എങ്ങനെ ഇരിക്കുമെന്ന് ചർച്ച ചെയ്യാൻ സാങ്കല്പിക ചോദ്യമാണ്, ഹൈപ്പോത്തറ്റിക്കലാണ്. ചർച്ചകൾ മുറുകുന്നു. അത് അതിലൊരു അർത്ഥമില്ലാത്ത കാര്യം വെച്ചാൽ അവരോട് ഏതൊക്കെ രീതിക്ക് ദ്രോഹിച്ചിട്ടാണ് പുറത്താക്കിയത്. അങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ അവർ വന്നു കഴിയുമ്പോൾ അവരുടെ പിന്നിലുണ്ടായിരുന്ന മാസാകെ ഞങ്ങളോടൊപ്പം വന്നു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല, അവർക്കുമില്ല. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ, എന്നാൽ നല്ലൊരു വിഭാഗം ആളുകൾ അതിനോടൊപ്പം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഒരു സീറ്റ് വ്യത്യാസവും വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജും മാറാൻ ഒരു കാരണം. ഇത് ഞാൻ പറഞ്ഞെന്താ ചോദിച്ചാൽ, PJ ജോസഫ് ഒരു കാരണവും ഇല്ലാതെയാണ് 2009 LDF ഇട്ടത്. ഒരു കാരണവുമില്ല. അപ്പോൾ അതിന് അണിയറ ചർച്ചകൾക്ക് മുമ്പ് നടന്നു തുടങ്ങിയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ചർച്ചകളുണ്ടായി. എനിക്ക് ഒരു പക്ഷേ ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ്, സാങ്കല്പികമാണ്, ഹൈപ്പോത്തറ്റിക്കലാണ്, അവർ പോകാൻ ഉള്ള ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് പോയാൽ അത് നമ്മുടെ ഒരു മുന്നണി ഇല്ല. ഞാൻ അങ്ങനെ പോകുന്നൊരു വിഷയമൊന്നുമില്ല. അവരും കൂടി ഉൾപ്പെടെയുള്ള ഒരു നല്ല മുന്നണിയായി തന്നെ ഇത് പോകും. ഇപ്പോൾ തർക്കം ഉന്നയിക്കപ്പെടുന്നത് RJD അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ അവരും ഒരു മുന്നണി വിട്ടിട്ടുള്ള പോക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വെല്ലുവിളി ഇല്ല. നേരെ മറിച്ച് അപ്പുറത്ത് UDF ആണല്ലോ നിൽക്കുന്നത്. UDF ഇപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ മുന്നോട്ട് പോകാവുന്ന സ്ഥിതിയിലല്ലല്ലോ അത് നിൽക്കുന്നത്. കാരണം UDF ഇപ്പം ലീഗുകാർ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കോൺഗ്രസിൽ ഐക്യം നടത്താൻ. അല്ല, അത് ശരിയാണ്. കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു. കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. അത് വിജയിക്കുമല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ രീതിയിലാണ് അത് നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരി അവർ നേരിടുന്ന വലിയ വെല്ലുവിളി ഇപ്പോൾ അവർക്ക് ഈ നിങ്ങൾ പറഞ്ഞ ചെറിയ വോട്ടിംഗ് ശതമാനത്തിൻ്റെ ആ പ്രത്യേകത രക്ഷിച്ച് നിർത്തുന്നത് മുസ്ലിം ഇതിൻ്റെ ഉണ്ട്, SDPIയും അതുപോലുള്ളതുമാണ്. അപ്പം ആ സാധനം അതേപോലെ നിർത്തി ഈ മുന്നണി മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിപ്പോൾ എത്ര അവർ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും രംഗത്ത് വന്നു. അതുകൊണ്ടാണല്ലോ പാലക്കാട് അവർ പ്രകടനം നടത്തി. ആരുടെയും കുറ്റമല്ല ഞാൻ പറഞ്ഞത്, ആ ആശയഗതിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അതെങ്ങനെ തന്നെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? വളരെ ബുദ്ധിമുട്ട് മാത്രമല്ല, ഇവരിപ്പോൾ എടുക്കുന്ന ശൈലിയിൽ ഒരു മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസ് എടുക്കുന്നത്. ഈ മൃദു ഹിന്ദുത്വം എടുക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് വരാൻ ഈ ബന്ധം എങ്ങനെ നിൽക്കും? അതെ, അവരുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ആ ഒരു അന്തരീക്ഷം മറ്റൊരിട കാലത്തും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ അവരനുഭവിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇവർ വ്യാഖ്യാനിക്കുന്നത് കേരള കോൺഗ്രസ് പോയാലെന്ന് പറഞ്ഞാൽ പോകാനുള്ളൊരു ന്യായം വേണോ? ന്യായം വേണം, കാരണം വേണം. ആ രീതിയിലുള്ള ഞാൻ കാണുന്നില്ല ഇക്കാര്യത്തിൽ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വെല്ലുവിളി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം, അഭിമുഖം അവസാനിപ്പിക്കാം. വൈക്കം വിശ്വൻ എന്ന് പറയുന്ന നേതാവ് ഒരു എത്തേണ്ട ആ തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി പറയുന്നത് അങ്ങനെയൊക്കെയാണ്. അതിനും അപ്പുറം എത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും ദുഃഖിക്കുന്നവരും വൈക്കം വിശ്വൻ എന്ന് പറയുന്ന സഖാവിനെ അറിയാവുന്നവർ, അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അങ്ങനെ എത്തിയില്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും? എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം ഇനി ഞാൻ ഏത് പൊസിഷനിലായിട്ട് എത്തണ്ടേ? കേന്ദ്ര കമ്മിറ്റി അല്ല ഞാൻ പറഞ്ഞതെല്ലാം ആയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയാണ് കേന്ദ്ര കമ്മിറ്റി. ഞാൻ വിദ്യാർത്ഥി രംഗത്ത് വന്നു, അതിൻ്റെ ഏറ്റവും ഉന്നതയിൽ വന്നു. ഞാൻ യുവജന രംഗത്ത് പ്രവർത്തിച്ചു, അങ്ങോട്ട് വന്നു. ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു, അതിൻ്റെ ഉന്നത രംഗത്ത് പ്രവർത്തിച്ചു. അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തിൽ ഇപ്പോൾ ഞാൻ ഈ ട്രേഡ് യൂണിയൻ അവസാന കാലത്ത് ട്രേഡ് യൂണിയൻ്റെ ചുമതലകളുണ്ട്.
ഏതെങ്കിലും രീതിയിൽ എന്നെ മാറ്റുകയല്ല, എനിക്കത് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്നു. ഈ കൺവീനറായിരിക്കുന്ന കാലത്ത് നേരിട്ടൊരു പ്രതിസന്ധികൾ അതിലേതെങ്കിലും എന്ത്, കാരണം ഇവരെല്ലാം കൂട്ടിയിണക്കി കൊണ്ടുപോകണം, അതിൽ ഏതെങ്കിലും അനുഭവം ഉണ്ടോ? അതിന് ചില പ്രതിസന്ധി ഉണ്ടായി, അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് RSP വിട്ടുപോയി. പക്ഷെ വിട്ടുപോകുന്നതിന് അവർക്കൊരു ന്യായം ഉണ്ടായിരുന്നില്ല. ഞങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് അങ്ങ് പോവുക. അവർ പിന്നെ എന്തെങ്കിലും ന്യായം പറഞ്ഞിരിക്കും. ആ സമയത്ത് വ്യക്തമായ ന്യായമില്ല, ഇല്ല, ചർച്ച ചെയ്യാൻ വരുന്നു എന്നാണ് പറഞ്ഞിട്ടാണ് പോണത്. AK സെൻറ്റർ വെച്ച് ഞങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്തു, ഉഭയകക്ഷി ചർച്ച. ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകുന്നു. പോകുന്ന പോക്കിൽ തന്നെ അവിടെ പത്രക്കാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഇനി ഇങ്ങോട്ടില്ല, വരാമെന്ന് പറഞ്ഞു പോയവരെ. ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ അവർ UDF അതിന് മുമ്പ് ധാരണ ഉണ്ടാക്കി വെച്ചിട്ടാണ് വരുന്നത് ഇവിടെ. അവരെ അതാണ് വളരെ വിഷമായിട്ട് വന്നിരുന്നു. പിന്നൊന്ന് വീരേന്ദ്രകുമാർ വിട്ടുപോയപ്പോഴാണ്. അതിപ്പോൾ എന്തോ സീറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കോഴിക്കോട്. മറ്റു കാര്യത്തിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന, അതിന് എനിക്ക് എൻ്റെ കാലത്തുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. അത് ഏതെങ്കിലും ബലാബലത്തിൻ്റെ പ്രശ്നങ്ങളല്ല, അങ്ങനെ ഒരു രീതിയിൽ തന്നെ മുന്നണിയിൽ നിന്നിരുന്നതാണ്. ഇനി ഇടതുമുന്നണി വികസിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പം അങ്ങനെയുള്ള ആളായിട്ട് അറിയില്ല, ഒന്നുമില്ല. എന്തായാലും വളരെ നന്ദി വിശ്വൻ ചേട്ടാ, BBC പരിപാടിയിൽ സഹകരിച്ചതിന് വളരെ വളരെ നന്ദി. താങ്ക് യു. ശരി, താങ്ക് യു. താങ്ക് യു.